സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി. ഇതാരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും OMR ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 1.5 മാസത്തിന് ശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിക്കാണ്. ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചാന്ന് വെച്ചാൽ ഞങ്ങൾ കോയമ്പത്തൂർ നിൽക്കുന്ന ഞങ്ങളെ റൂമിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 6ാമത്തെ റൂമാണ് മാറുന്നത്. ഞാൻ ഒരു വർഷം മുമ്പായിട്ട് ഞങ്ങളുടെ റൂമിൻ്റെയും ഇവിടുത്തെ ജീവിത രീതിയൊക്കെ ഞങ്ങൾ ഒരു വീഡിയോ ആക്കി ഇട്ടിരുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ച് എന്തായാലും നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് കാണാം. അവിടെ ആളുകളുണ്ട്, അധികം ആളുകളൊന്നുമില്ല. ഞങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വീട്ടിൽ ഞങ്ങൾ 10 പേരാണ്. 5 പേര് ഇപ്പോൾ നാട്ടിലുണ്ട്, ബാക്കി 5 പേര് ഇവിടെയാണ്. അപ്പം നമുക്ക് ഇവിടെ ഉള്ളവരെ വിശേഷം എന്ന് അറിയാം. റൂമിൻ്റെ മുകൾ ഭാഗം നമ്മൾ റാക്കിൽ എന്താ വെച്ച് നോക്കാം. അപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ എല്ലാവരും ഷൂ ആണ് വെച്ചിട്ടുള്ളത്. ചെരുപ്പ് ഷൂ ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴെ ചെരുപ്പ് വെക്കേണ്ടടുത്ത് ബാഗ് വെച്ചിരിക്കണു, ബാഗ് വെക്കേണ്ടടുത്ത് ചെരുപ്പും വെച്ചിരിക്കണു. അപ്പോൾ വെറൈറ്റി അല്ലേ. പിന്നെ ഇതാണ് ഞങ്ങളെ ബാഗ്. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഇവിടെ 3 റൂം, ഒരു ഹാള്, പിന്നെ കിച്ചണൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ താഴെയാണ്, തറയിലാണ് കിടക്കുന്നത് പാവങ്ങൾ അല്ലേ. പിന്നെ ഷെൽഫുണ്ട്, ഷെൽഫിൽ കണ്ണാടി, പിന്നെ സ്പ്രേ, പിന്നെ ഞങ്ങളെ കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ. ഇത് പിന്നെ ഒരുപാട് കാശ് വന്ന് പറഞ്ഞ ഒരു പേഴ്സാണ്. ഇപ്പം ഇതൊരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഇവിടെ വെക്കാണ്. പിന്നെ കൊതുകിൻ്റെ ശല്യം ഇവിടെ അല്ല, ഞങ്ങൾ മുമ്പത്തെ റൂമിലുണ്ടായിരുന്നു, അതിന് വേണ്ടി മേടിച്ചാണ്. നേരിട്ട് കിച്ചണിക്ക് പോവാം. ഇന്നലൊക്കെ ഭയങ്കര തിരക്കിലാണ്. അഭിഷേക് അതാ കല്ല് പെറുക്കുന്നുണ്ട് ചോറിന്ന്. അഭിഷേക് അതാണ് ഞങ്ങളെ ഭണ്ഡാരി അഭിഷേക്. പിന്നെ അൻസില് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? തൃശ്ശൂർ സ്റ്റൈൽ അത്രേ. സവോള, മലബാർ, പിന്നെ തക്കാളി, തമിഴ്നാട്ടില് സുലഭമായി കിട്ടുന്ന മല്ലിച്ചപ്പ്, പിന്നെ കോഴിമുട്ട. ഞങ്ങളെ ഷെഫ് അൻസില്. പിന്നെ എന്നോട് വരെ ഒരു പണി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. പാത്രം കഴുകല അത്ര എനിക്ക്. ഞങ്ങളെ കിച്ചണാണ്, നല്ല വൃത്തിയോടെ സൂക്ഷിക്കുന്ന കിച്ചൺ. ഇല്ല എന്നെ കാണിക്കുന്നുണ്ട്. നമ്മള് വില്ലന്മാരാന്ന് ആൾക്കാർ വിചാരിച്ചോട്ടെ. ഇത് ഞങ്ങളെ അയൺ ബോക്സ്, ഞങ്ങളെ മിക്സി, പിന്നെ വേറെ ഇപ്പം എന്താ. ഇതാണ് ഞങ്ങളെ കിച്ചൺ സെറ്റപ്പ് അല്ലേ. എല്ലാം ഉണ്ട്. കിച്ചണിൽ വരെ ഞങ്ങൾ കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളെ ശംഭുവിന് നാളെ എക്സാമാണ്, അതുകൊണ്ടോ പഠിക്കുകയാണ് ഫോണിൽ. ശംഭു അടുത്ത റൂമ് എല്ലാവരും തറയിൽ തന്നെ കിടക്കണ സെറ്റപ്പ്. അടുത്ത റൂമിൽ പോകണമെങ്കിൽ ഇത് ലോക്കാണ്, ഇവിടെ ആളുണ്ട്. ഞങ്ങളുടെ കൂളറ്. നമുക്ക് എൻ്റെ കിച്ചണിൽ കുക്കിംഗ് തന്നെ പോവാം. വീഡിയോ എടുക്കണ്ട ഡ്രസ് നാട്ടിൽ നിന്ന് കൊടുത്ത പുതിയ ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ട്. ബനിയനും പുതിയതാണ്. പിന്നെ എന്നോട് ഇവരെ ആരും പണി എടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യണ്ട. നല്ല ഫ്രഷ് മല്ലിച്ചപ്പ് കണ്ടാൽ തന്നെ അറിയാം, ഫ്രഷ് അല്ലേ. പിന്നെ പൊടികൾ പറഞ്ഞാൽ ഇവിടെ ചിക്കൻ മസാല. വീട്ടിലൊന്നും നമ്മള് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാ. ഞാൻ ചെയ്യലില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ. ഓ എന്താണ് ഇതിന്റെ ക്ലിയർ? ഇത് ഞാൻ നാട്ടിൽ നിന്ന് എന്താണ് മക്കളെ, അതാ എച്ചാതി ക്ലിയർ അല്ലേ വെളിച്ചെണ്ണ. ലാസ്റ്റ് കഴിക്കാം. കൊറേ നേരമല്ല പക്ഷേ കല്ല് പെറുക്കിലെടുത്തിട്ട് കഴിഞ്ഞില്ലേ. അത് ഞങ്ങളെ ചോറ് വെക്കാനേ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. 7 കപ്പ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ 5 പേർക്ക് വേണ്ടിയിട്ട്.
ഓണാക്കി ഞാൻ ടൈം ഇതിൻ്റെ വിസിലടി ഇങ്ങനെ കാത്തു നിൽക്കണം അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ കാര്യം നോക്കി. അപ്പോൾ കുറച്ചു കാലമായിട്ട് വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ട് കുറേ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും 2-3 ആൾക്കാരെങ്കിലും ചോദിച്ചു എന്താണ് വീഡിയോ ഒക്കെ നിർത്തിയോ, ഇനി വീഡിയോ ചെയ്യണില്ലേന്ന്. ഇനി കോയമ്പത്തൂരിലെ വിശേഷങ്ങളാണ് കാര്യമായിട്ട് അല്ലേ മനസ്സിലേ? 2 വാക്ക് പറയടാ. അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും പറയലില്ല. പിന്നെ ഈ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ആളാണ് അഭിഷേക്. ഒന്ന് മുഖം കാണിക്കുക, വീഡിയോയിൽ തീരെ മുഖം കാണിക്കാത്ത ആളാണ്, എപ്പോഴും ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുന്ന ആള്. ഞങ്ങളെ ഇൻഗ്രീഡിയൻസ് അല്ലേ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പുറത്ത് നമ്മളൊരു സീക്രട്ട് മസാല ഉണ്ട്, അത് ആർക്കും പറഞ്ഞു കൊടുക്കൂല. പിന്നെ തമിഴ്നാട്ടിലെ കൂടിയിട്ട മുട്ടകളുണ്ട്, പിന്നെ ഉള്ളി, തക്കാളി, മല്ലിച്ചെപ്പ്. ഇവിടെ ഫ്രീ ആയി കിട്ടുന്നതാണ് മല്ലിച്ചെപ്പ്. പക്ഷെ എന്നിട്ട് ഞങ്ങൾ കാശ് എടുത്ത് മേടിച്ചില്ലേ അല്ലേ? എന്നിട്ട് ഞങ്ങൾ കാശ് എടുത്ത് മേടിച്ച്. പിന്നെ നല്ല അടിപൊളി ഉണ്ട് തക്കാളി. ഭാവി കണ്ണും നോക്കുന്നില്ലേ? നല്ലൊരു ഭാവി ഞാൻ കാണുന്ന ഇവിടെ ഏറ്റവും മടി, എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ് പാത്രം കഴുകല്. പക്ഷെ അതും ധൈര്യത്തോടെ അഭിഷേകം ഏറ്റെടുത്തു. ഒരു കുക്കർ അയക്കണം ഇപ്പൊ അല്ലേ? പിന്നെ നമുക്കിതാ നമ്മളെ വിസില് കാത്തിരിക്കാണ്. 3 വിസിലാണ് ഇതിന്റെ കണക്ക്. പിന്നെ നമുക്കിതാ ഒന്നുകൂടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ മുട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വ്യാജ മുട്ടകൾ ഇറങ്ങലുണ്ട്. പക്ഷെ ഇത് ഒറിജിനലാണെന്നുള്ള ഞങ്ങൾക്ക് അത്രയും തെളിവുണ്ട്. ഇതിന്റെ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ മേടിക്കുള്ളൂ. നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇടാൻ വേണ്ടി കാത്തിരിക്കാണ്. ഉള്ളി അഥവാ ഒണിയൻ അല്ലെങ്കിൽ വെങ്കായം. ഞങ്ങൾ വെങ്കായം എന്നേ പറയുള്ളൂ. ഉള്ളിന്നൊക്കെ ഞങ്ങൾ വാളയാറ് കടന്നാലേ ഞങ്ങൾ ഉള്ളി എന്നൊക്കെ പറയുള്ളൂ. വെങ്കായം അല്ലേ, കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. കൊള്ളാം. ഇട്ടൊക്കെ ആയിട്ടില്ലടാ. അതിങ്ങനെ പൊങ്ങണം. ഇതൊക്കെ എൻ്റെ വീട്ടിൽ തൊഴിലുണ്ടല്ലേ, വീട്ടിലൊരു പാത്രം പോലും കഴുകാത്ത ആളാണ്. ഇവിടെ മെയിൻ കുക്കാണ്. എൻ്റെ ഉമ്മ കണ്ടാൽ പറയും എൻ്റെ കുട്ടിയാണ് എല്ലാ പണിയെടുക്കണേന്ന്. ഇവിടെ ഒരു പണിയെടുക്കാത്ത ഒരാളാണ് ഇവര്. ഇക്കണോ മൊത്തത്തില് വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ചില സമയത്ത് പെട്ടെന്നേ ദോശ കഴിക്കുമ്പോൾ സപ്ലൈക്കോ നമ്മളെ ആട്ട സമ്പൂർണ്ണ ഗോതമ്പ് പൊടി, ഇതാണ് ഗോതമ്പ് ദോശയാണ് ഞങ്ങൾ ഉണ്ടാക്കല്. ഇതാണ് അഭിഷേക്, ഞങ്ങളുടെ മസിൽ മാനാണ്. സ്റ്റീലുണ്ട് ഒക്കെ പണ്ട്. ഇതുവരെ നുസ്രത്തല്ലേ എന്തെങ്കിലും പേര്? എന്താ പേരടാ? ആ പേര് വേറെന്തോ ആണ്. അതല്ല വേറൊരു ചങ്ങായില്ലേ ഇപ്പൊ ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നും നമുക്ക് പറയണ്ട. കയ്യെടുക്കാൻ ഫുഡ് ബ്ലോഗ് ആയാലും ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്ത് ചെയ്യാനല്ലേ? ചോറ് ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി നൈസായിട്ട് കതറി കൊടുക്കുക. നൈസായിട്ട് അല്ലേ? പോരാ കളർ പോരാ. അത് വന്നോളൂ. ഇട്ടടാ. മതിയടാ. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് തക്കാളിയുടെ നീരെ പൊട്ടിച്ച്. നമ്മൾ പ്രൊഫഷണൽ ആവാൻ നോക്കുകയാണ്. ലൻസിലെ മുഖം ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ ജിമ്മനായിരുന്നു. ഇപ്പൊ ജിമ്മും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ ഭക്ഷണം. മല്ലിപ്പൊടി, അവിടെ ചിക്കൻ മസാല ഉണ്ട് കേട്ടോ. അതടുത്തല്ലേ എല്ലാം കൂടെ മസാല എല്ലാം കൂടെ ഉണ്ട്. താൻ കണ്ടിട്ടുണ്ടാ മതി, ഞാൻ ഉണ്ടായിക്കൊണ്ട്. സാക്ഷാൽ ചിക്കൻ മസാല. കണക്കൊന്നുമില്ല ഇതിനല്ലേ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്
ഒക്കെ പൊട്ടി. 1 2 വേഗം ഫാസ്റ്റ് ആക്കാൻ മനസ്സിലായി. ഫാസ്റ്റ് ആക്കി തരാൻ 3 ഡെല്ലി 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. അണിയറ അത് പുള്ളി ഇരുന്നോണ്ട് മനസ്സിലേ ഒക്കെ ചാടിക്കോട്ടെ ഇതില്ലേ. ഇനിയാണ് ആർക്കുള്ളതെന്ന് പറയേണ്ടത്. ഇളക്കാൻ മാത്രം ഇളക്കണ്ടല്ലേ. ഇതാകുന്നു നല്ല സെറ്റപ്പ് ചോറായിട്ടുണ്ട്. മനസ്സിലായി കൂട്ടാ ഓരോന്നോരോന്ന്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മല്ലിച്ചപ്പൊക്കെ ചേർത്ത് ഉഷാറാക്കിയിട്ടുണ്ട്. നല്ല മനസ്സിൽ ഞാൻ ഉണ്ടായിക്കൊണ്ടല്ല സാധനം അടിപൊളിയാണ് അല്ലേ. പിന്നെ ഗാർലിക് പിക്കിൾ അച്ചാറ്, പിന്നെ മാങ്ങച്ചാറും ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഇതാണ് ഞങ്ങളെ ഒരു കയ്യിലുണ്ടാകുന്നുണ്ട്. ചോറ് കയ്യിലുണ്ടാകുന്നുണ്ടോ മുട്ടപ്പേരി സെറ്റപ്പ് അല്ലേ. ഇതാണ് ഇവിടെ സെൽഫ് സർവീസ് ആണ്. എടാ മുജീബിന് ഫുള്ള് ക്രെഡിറ്റ് എനിക്ക് തരണ്ടടാ. കഴുകലൊക്കെ ഞാൻ ശമ്പു ഒറ്റക്ക്. ഇതാ അച്ചാറ് ഡെല്ലി പിന്നെ കുറച്ച് കഴിക്കൂലേ, കുറച്ച് കുടിക്കും.